പാകിസ്ഥാനിൽ വൻ ആക്രമണം അഴിച്ചുവിട്ട് ബലൂചിസ്ഥാനികൾ. ബലൂചിസ്ഥാനിലെ വിവിധ ജില്ലകളിൽ പാക് പട്ടാളക്കാരെയും പോലീസുകാരെയും തുരത്തി ഓടിച്ചു. ബലൂച്ച് ആർമിയുടെ കയ്യിൽ പെടാതെ തന്നെ പാക് പട്ടാളക്കാർ ജീവനം കൊണ്ട് ഓടുന്ന ദൃശ്യങ്ങൾ ലോക മാധ്യമങ്ങളിൽ വൈറലും കൂട്ടച്ചിരിക്കുമിടയായി. ബലൂചിസ്ഥാനിലെ വിവിധ ജില്ലകളിൽ സർക്കാർ സൈനിക സ്ഥാപനങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണങ്ങളുടെ ഒരു പരമ്പര അഴിച്ചുവിട്ടു. പാകിസ്ഥാൻ ഇപ്പോൾ വൻ പ്രതിസന്ധിയിലാണ്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ കലാപകാരികൾ ആവശ്യപ്പെടുന്നത് ബലൂചിസ്ഥാൻ എന്ന രാജ്യമാണ്. പാകിസ്ഥാന്റെ വിഭജനമാണ് അവർ ആവശ്യപ്പെടുന്നത്. പാകിസ്ഥാൻ രാജ്യത്തിനെതിരായ പതിറ്റാണ്ടുകളായി തുടരുന്ന പോരാട്ടത്തിൽ പുതിയൊരു അധ്യായം കുറിക്കുന്നതിന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഓപ്പറേഷൻ ബോംബ് അതായത് ഡോൺ എന്ന പേരിടുകയും അതിന്റെ ഉത്തരവാദിത്തം സംഘം ഏറ്റെടുത്തതായി വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. പ്രധാനമായും ബലൂച്ച് സുന്നി ഗോത്ര സമൂഹം വസിക്കുന്ന ബലൂച്ച് മേഖല 3 രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്നു. പടിഞ്ഞാറൻ മേഖലയായ സിസ്തൻ ബലൂചിസ്ഥാൻ ഇറാനിലും ഒരു ഭാഗം പാകിസ്ഥാനിലും വടക്കൻ മേഖല അഫ്ഗാനിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ 4 പ്രവിശ്യകളിൽ ഏറ്റവും വലുതായിരുന്നു. മൊത്തം ഭൂവിസ്തൃതിയുടെ 44% ബലൂചിസ്ഥാന്റെ സംഭാവനയാണെങ്കിൽ പോലും ജനസംഖ്യയുടെ 5% മാത്രമാണ് ഇവിടെ വസിച്ചിരിക്കുന്നത്. ബലൂചിസ്ഥാൻ ധാതു നിക്ഷേപങ്ങളാൽ സമൃദ്ധമാണ്. സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് 1970കളിൽ നടന്ന പ്രക്ഷോഭത്തെ പാക് സൈന്യം അടിച്ചമർത്തി. എന്നാൽ 2025 പോരാട്ടത്തിലൂടെ ബലൂചിസ്ഥാനികൾ സ്വാതന്ത്ര്യം നേടുകയായിരുന്നു. അതേസമയം ആക്രമണം നടന്ന പച്ഗുർ, അതുപോലെ സുരബ്, കെച്ച്, ഖരൻ എന്നിവിടങ്ങളിലായി തന്നെ കുറഞ്ഞത് 14 ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നും അതുപോലെ ആശയവിനിമയ ബന്ധങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഭരണപരമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും സൈനിക ചെക്ക് പോസ്റ്റുകൾ ആക്രമിക്കപ്പെടുകയും ചെയ്തു. നാശനഷ്ടങ്ങളുടെ പൂർണ്ണമായ കണക്ക് പാകിസ്ഥാൻ അധികൃതർ ഇതുവരെയും നൽകിയിട്ടില്ല എങ്കിൽ പോലും ദുരിതബാധിത പ്രദേശങ്ങളിൽ കാര്യമായ തടസ്സങ്ങൾ ഉണ്ടാക്കിയതായും പ്രാദേശിക സ്രോതസ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബലൂച്ച് ദേശീയ വിമോചന യുദ്ധത്തിലെ ഒരു പുതിയ പ്രഭാവം എന്നാണ് BLF വ്യക്തമായ മേജർ ഗുഹാറം ബലൂച്ച് ഒരു പ്രസ്താവനയിൽ ഈ പ്രചരണത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സുരക്ഷാ സേനയ്ക്ക് മാനുഷിക ഭൗതിക നഷ്ടങ്ങൾ വരുത്തിവെക്കാൻ വേണ്ടി ആക്രമണങ്ങൾ ശ്രദ്ധാപൂർവം തയ്യാറാക്കിയതെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്നാൽ വിശദാംശങ്ങൾ വിരളവും അതുപോലെ തന്നെ വലിയ തോതിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടാവില്ല എന്നും വിഭവ ചൂഷണം, രാഷ്ട്രീയ പാർശ്വവൽക്കരണം, സൈനിക സാന്നിധ്യം എന്നിവയെക്കുറിച്ചുള്ള പരാതികൾ വളരെ കാലമായി വിഘടനവാദ ഒരു വികാരത്തിന് ആക്കം കൂട്ടിയ പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിൽ ആക്രമണങ്ങളുടെ വ്യാപ്തിയും അതുപോലെ കൃത്യതയും ഒരുപോലെ തന്നെ ശക്തമായ കലാപത്തെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. ബുധനാഴ്ച രാവിലെ, അതായത് കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ സുരക്ഷാ സേന ലക്ഷ്യമിട്ട ജില്ലകളിൽ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. അതേസമയം കോച്ചിന്റെയും അതുപോലെ തന്നെ പഞ്ച്ഗുരുവിന്റെയും ചില ഭാഗങ്ങളിൽ ആശയവിനിമയ സേവനങ്ങൾ നിലയ്ക്കുകയും ചെയ്തിരുന്നു. ഓപ്പറേഷൻ അവസാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് BLF അറിയിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ആക്രമണം വീണ്ടും ബലൂചിസ്ഥാനിലെ ദുർബലമായ സുരക്ഷാ സാഹചര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. അതുപോലെ വിഭവസമൃദ്ധവും എന്നാൽ അസ്വസ്ഥവുമായ ഈ മേഖലയല്ല ഇസ്ലാമാബാദിന്റെ പിടിയിലായ വെല്ലുവിളിക്കുന്ന സായുധ കലാപത്തിന്റെ ഇടയ്ക്കിടെയുള്ള പൊട്ടിത്തെറികൾ അവിടെ തുടരുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.